നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് തമിഴ്നാട് എന്നാൽ വെറും ഒരു അയൽ സംസ്ഥാനം മാത്രമല്ല. നമ്മുടെ ഇഡലിയും സാമ്പാറും മുതൽ സിനിമാ തിയേറ്ററുകളിലെ കയ്യടിയും ആവേശവും എല്ലാം തമിഴ് മണ്ണുമായി ഇഴചേർന്ന് കിടക്കുന്നു. എന്നാൽ സിനിമയ്ക്കപ്പുറം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമ്മൾ മലയാളികൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ മലയാളികൾ എന്തിനാണ് തമിഴ്നാട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇത്ര ഗൗരവമായി സംസാരിക്കുന്നത്? തമിഴ്നാട്ടിൽ ഒരു ഭരണം മാറുന്നതും പുതിയൊരു നേതാവ് വരുന്നതും നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബാധിക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കും എന്നുമാണ്. നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന പച്ചക്കറികൾ മുതൽ നമ്മൾ കുടിക്കുന്ന പാല് വരെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളും രാഷ്ട്രീയ നിലപാടുകളും മാറുമ്പോൾ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് കേരളത്തിലെ ചന്തകളിലാണ്. അതിലുപരി പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികളുടെ നെഞ്ചിലെ കനലായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന വലിയൊരു വിഷയമുണ്ട്. അവിടുത്തെ ഓരോ ഭരണമാറ്റവും മുല്ലപ്പെരിയാർ എന്ന ഡാമിനെയും നമ്മുടെ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സമുദ്ര സുരക്ഷയുടെ കാര്യമെടുത്താലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയെയും മത്സരത്തെയും പോലും തമിഴ് രാഷ്ട്രീയത്തിലെ നീക്കങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ മുൻപിലാണ്. നമ്മൾ മലയാളികൾക്ക് തമിഴ്നാട് എന്നാൽ സിനിമയും അവിടുത്തെ താരങ്ങളുമാണ്. എന്നാൽ ആ സിനിമയ്ക്ക് പിന്നിൽ വമ്പൻ രാഷ്ട്രീയ അട്ടിമറികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിച്ച ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ അറുക്കാൻ BJP ശ്രമിക്കുമ്പോൾ അവിടേക്ക് സിനിമാ കരിയർ ഉപേക്ഷിച്ച് നടൻ വിജയ് കടന്നുവരുന്നു. MK സ്റ്റാലിന്റെ ഭരണനേട്ടങ്ങൾക്കിടയിലും ഈ പുതിയ ശക്തികൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? നമ്മൾ മലയാളികൾക്ക് തമിഴ് രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പെരിയാർ മുതൽ വിജയ് വരെ നീളുന്ന തമിഴ് രാഷ്ട്രീയത്തിന്റെ കുറച്ച് ചരിത്രവും അതുവഴി ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ തുടർച്ചയാണ്. ഇതിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. അതിൽ ആദ്യത്തേത് ബ്രാഹ്മണ വിരുദ്ധതയും ജസ്റ്റിസ് പാർട്ടിയുമാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1916 മുതൽ 1944 വരെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മദ്രാസ് പ്രസിഡൻസിയിൽ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും ബ്രാഹ്മണ വിഭാഗത്തിനായിരുന്നു വലിയ മേധാവിത്വം. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 1916 ഡോക്ടർ TM നായർ, P ത്യാഗരായ ചെട്ടി എന്നിവർ ചേർന്ന് ജസ്റ്റിസ് പാർട്ടി രൂപീകരിച്ചു. ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ മലയാളിയായ ഡോക്ടർ TM നായരായിരുന്നു എന്നത് കേരളത്തിലുള്ളവർക്ക് പുതിയൊരു അറിവായിരിക്കും. ജസ്റ്റിസ് പാർട്ടിയാണ് ആദ്യമായി തമിഴ്നാട്ടിൽ കമ്മ്യൂണൽ GO, അതായത് സംവരണം കൊണ്ടുവരുന്നത്. ഇനി രണ്ടാമത്തേത് പെരിയാറും ആത്മമര്യാദ പ്രസ്ഥാനവുമാണ്. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവകാരി EV രാമസ്വാമിയാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം അദ്ദേഹത്തിന് വൈക്കം വീരൻ എന്ന പേര് നേടിക്കൊടുത്തു. കോൺഗ്രസിനുള്ളിൽ ജാതി വിവേചനമുണ്ടെന്ന് ആരോപിച്ച് 1925 അദ്ദേഹം പാർട്ടി വിട്ടു. തുടർന്ന് ആത്മമര്യാദ പ്രസ്ഥാനം ആരംഭിച്ചു. 1944 അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയെ ദ്രാവിഡർ കഴകം എന്ന് പുനർനാമകരണം ചെയ്തു. ദൈവമില്ലെന്നും ജാതി വേണ്ടെന്നും തമിഴൻ ആരുടെയും അടിമയാകരുതെന്നും അദ്ദേഹം പ്രസംഗിച്ചു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അണ്ണാദുരയും DMKയുമാണ്. പെരിയാർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു സാമൂഹിക പ്രസ്ഥാനമായിട്ടാണ് DKയെ കണ്ടത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ DN അണ്ണാദുരയ്ക്ക് ജനാധിപത്യപരമായ പോരാട്ടമായിരുന്നു താല്പര്യം. പെരിയാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1949 അണ്ണ DMK രൂപീകരിച്ചു. 1960കളിൽ കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അണ്ണായുടെ നേതൃത്വത്തിൽ നടന്ന സമരം തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. 1967 കോൺഗ്രസിനെ തോൽപ്പിച്ച് DMK അധികാരത്തിൽ വന്നു. അതിനുശേഷം ഇന്ന് വരെ ഒരു ദേശീയ പാർട്ടിക്കും തമിഴ്നാട് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയവും നോക്കുകയാണെങ്കിൽ MGR ഫാക്ടർ അണ്ണായുടെ മരണശേഷം കരുണാനിധി അധികാരത്തിൽ വന്നു. എന്നാൽ DMKയിലെ ജനപ്രിയ താരമായിരുന്ന MG രാമചന്ദ്രൻ, അതായത് MGR, കരുണാനിധിയുമായി തെറ്റിപ്പിരിഞ്ഞ് AIDMK രൂപീകരിച്ചു. സിനിമയിലെ തന്റെ രക്ഷകൻ എന്ന പരിവേഷം MGR വോട്ടാക്കി മാറ്റി.
മരണം വരെ അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി തുടർന്നു. അദ്ദേഹത്തിന് ശേഷം ജയലളിത ആ പാരമ്പര്യം ഏറ്റെടുത്തു. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും നടത്തിയ സാമൂഹിക പരിഷ്കരണങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ തമിഴ്നാട്ടിൽ പെരിയാർ വിതച്ച വിത്തുകൾ ദ്രാവിഡ രാഷ്ട്രീയം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായി തന്നെ വളർന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ പോലെ കോൺഗ്രസിനോ BJPക്കോ അവിടെ പെട്ടെന്ന് ചുവടുറപ്പിക്കാൻ കഴിയാത്തത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് നിലവിലെ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് സ്ഥിതിയെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. നമ്മൾ ആദ്യം മധുരയിലേക്ക് പോയാൽ അവിടെ കഠിനമായ ചൂടിലും തിരഞ്ഞെടുപ്പ് ആവേശം ഒട്ടും കുറവല്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്ര പരിസരത്തുള്ള വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ സ്റ്റാലിന്റെ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്നുള്ളതാണ്. DMK സർക്കാർ നൽകുന്ന 1000 രൂപയുടെ സഹായവും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ വികസനങ്ങളും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗം വോട്ടർമാർ സൗജന്യങ്ങൾ വേണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടതെന്നും വാദിക്കുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവിടെ ഭരണവിരുദ്ധ വികാരം പ്രകടമല്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് ചിത്രം മാറുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി തമിഴ്നാട്ടിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. അതിനുദാഹരണമായി വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് തന്നെ നമുക്കൊന്ന് നോക്കാം. ഏകദേശം 11% മുതൽ 18% വരെയാണ്. BJP ഇപ്പോൾ അവിടെ ഒരു പ്രധാന ശക്തിയായി മാറ്റിയിരിക്കുന്നു. K. അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന എൻ മണ്ണ് എൻ മക്കൾ പദയാത്ര ഗ്രാമങ്ങളിൽ പോലും BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ സഹായിച്ചു. കന്യാകുമാരിയിൽ നരേന്ദ്രമോദി നടത്തിയ ബൃഹത്തായ റോഡ് ഷോ BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് BJPയെയും NDAയെയും പതാകകളുമായി മോദിയെ സ്വീകരിക്കാൻ എത്തിയത്. തമിഴ് സംസ്കാരത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും കാമരാജ്, MGR തുടങ്ങിയ നേതാക്കൾക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടും മോദി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. തമിഴ്നാട്ടിൽ BJP ഇത്തവണ 27 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ദക്ഷിണ തമിഴ്നാട്ടിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. ഇവിടെയാണ് ദളപതി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVK തമിഴ്നാട് വെട്രി കഴകം ഒരു എക്സ് ഫാക്ടറായി മാറുന്നത്. ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. 2 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഇവിടെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വൃത്തിഹീനമായ ചേരികളും മാലിന്യ കൂമ്പാരങ്ങളും മദ്യ കഞ്ചാവ് മാഫിയയുടെ സ്വാധീനവും പെരമ്പൂരിനെ ശ്വാസം മുട്ടിക്കുന്നു. ഇത്രയും കാലം DMK ഭരിച്ചിട്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടായില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയക്കാരനായ വിജയ് ഇവിടെ ഒരു പ്രത്യാശയായി മാറുന്നത്. ഒരു സിനിമാക്കാരൻ എന്നതിലുപരി കൃത്യമായ ഹോംവർക്ക് ചെയ്താണ് വിജയ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. പേരമ്പൂരിൽ വിജയ് വിജയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം താരാരാധന വോട്ടാകുമോ എന്നുള്ളതാണ്. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ വിജയ് തന്റെ സിനിമാ കരിയർ ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നത് വലിയൊരു ത്യാഗമായി ആരാധകർ കാണുന്നു. വെറുമൊരു നടൻ എന്നതിലുപരി സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ സിനിമയിലൂടെ സംസാരിച്ച മക്കൾ നായകൻ എന്ന ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. വിജയുടെ പിന്നിൽ വലിയൊരു ആൾക്കൂട്ടമുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും. എന്നാൽ ഈ താരാരാധന വോട്ടായി മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമയും രാഷ്ട്രീയവും പണ്ട് മുതലേ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. വിജയ് ഫാക്ടർ പല മണ്ഡലങ്ങളിലും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് DMKയേക്കാൾ കൂടുതൽ ADMKയെയും BJPയെയും ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഏതായാലും തമിഴ്നാട്ടിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇനി സ്റ്റാലിന്റെ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ MK സ്റ്റാലിന്റെ ഭരണത്തിന് ജനങ്ങൾക്കിടയിൽ മികച്ച സ്വീകാര്യതയുണ്ട്. സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, പുതുമൈ പെൺ തുടങ്ങിയ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ തമിഴ്നാട് കൈവരിച്ച നേട്ടങ്ങൾ സ്റ്റാലിന്റെ ഭരണ മികവായി കണക്കാക്കപ്പെടുന്നു. ഭരണകോട്ടങ്ങളായി ചില പോരായ്മകൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഭരണനിർവഹണത്തിലെ പാളിച്ചകൾ, ചില മേഖലകളിലെ ലഹരി മാഫിയയുടെ സ്വാധീനം, പോലീസ് കസ്റ്റഡി മരണങ്ങൾ എന്നിവ സ്റ്റാലിൻ സർക്കാരിന് വലിയ തലവേദനയാണ്. കൂടാതെ കുടുംബ രാഷ്ട്രീയം എന്ന ആരോപണം ഇപ്പോഴും DMKയെ വിടാതെ പിന്തുടരുന്നുണ്ട്. ചെന്നൈ നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും മാലിന്യ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുകളും ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാകുന്നുണ്ട്. തമിഴ്നാട്ടിൽ വരാനിരിക്കുന്നത് ഒരു ശക്തമായ ത്രികോണ പോരാട്ടമാണ്. സ്റ്റാലിന്റെ പാരമ്പര്യവും BJPയുടെ ദേശീയ രാഷ്ട്രീയവും വിജയുടെ താരപ്രഭാവവും ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിന് ഇത് വലിയൊരു പാഠമാണ്. ദ്രാവിഡ രാഷ്ട്രീയം ഇനിയും
തമിഴ് മണ്ണിൽ ആധിപത്യം തുടരുമോ, അതോ ഒരു പുതിയ മാറ്റം വരുമോ? എന്തായാലും ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ് ഫലം ഇതിന് ഉത്തരം നൽകും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.